പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഞാൻ വളരെ ശാന്തമായി പറയും, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങ് വരെ എല്ലാം കേൾക്കുന്നു, ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്ന് ഉള്ളവരൊന്ന് കൈവക്കിക്കേ. ക്ലിയർ ആണല്ലോ? ഓക്കെ 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 ഒന്ന് വായിച്ചാട്ട് 2 ക്രോണിക്കൽസ്. അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവന്റെ രാജ്യത്വത്തിൽ തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. ഒരു നിമിഷത്തോടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിൻ്റെ അഭിഷിക്തന്മാരോട് നീ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളോട്, വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് നീ ഇടപെടുന്നല്ലോ. ഈ രാത്രിയിലും നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുകയാൽ സ്തോത്രം. വലിയ ദൈവശക്തിയുടെ വ്യാപരിക്കണമേ. നമ്മുടെ കരം ഞങ്ങളെ തൊടണമേ. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നൊക്കെ ഞങ്ങളോട് ചെയ്യണം. ഒന്നിച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. യഹോവ മനശ്ശെയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു. ഒരു തവണയല്ല, പലതവണ. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിൻ്റെ പടയാളികളെ അവൻ്റെ നേരെ വരുത്തി. അവനെ കൊളുത്തുകളാൽ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്നെ താഴ്ത്തി നിലവിളിച്ചു. ദൈവത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവനെ മടക്കി വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. മേലോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. എന്നാലൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ കരയുന്നവനെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നിങ്ങളുടെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ കഴിയാതെ വരുമ്പോൾ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പക്ഷെ ദാനിയേലിനൊരു പ്രശ്നം വന്നപ്പോൾ ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നവർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരാണ്. അവരെവിടെ കാണുന്നില്ല. ഏതെല്ലാം ഔദ്യോഗിക ആവശ്യത്തിന് പോയതായിരിക്കാം. പക്ഷേ ആ രാത്രിയിൽ ദൈവം രാജാവിൻ്റെ ഉറക്കം കെടുത്തി. അവൻ ഉപവസിച്ചു. ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ പറയാം, നീ കരയുന്നവനെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ കഴിയാതെ വരുമ്പോൾ, നീ ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം നിനക്കായി കരയാൻ എഴുന്നേൽപ്പിക്കും. കയ്യൊന്നടിച്ച് വായം തുറന്ന ശക്തിയോടെ സ്തോത്രം പറ. എല്ലാത്തരവും ചലിക്കട്ടെ. മക്കളെല്ലാം കയ്യൊന്നടിച്ചേ, കരമൊന്നടിച്ചേ. മക്കളെ, കയ്യൊന്നടിക്കാൻ കഴിഞ്ഞ കൃപയാ. കയ്യൊന്നുയർത്താൻ കഴിഞ്ഞ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ. വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്നവ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി കൃപ. ഹല്ലേലൂയ. ചായമാരല്ലാതെ കൈയടിച്ചേ. വായം തുറന്നേ ശക്തിയോട്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്ന ഞാൻ കാണുന്നു. ദൈവത്തിന്റെ കരം തന്നെ ചൊടുവാൻ പോകുകയാണ്. ദൈവം ചില പ്രവാചകരായി അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ദൈവം ചില സുവിശേഷകരായി വിളിക്കാൻ പോകുകയാണ്. അപ്പോസ്തോലിക ശുശ്രൂഷ നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ പോകുകയാണ്. കരമടിച്ചാട്ട് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഷറഖോന ഹംതുനിയ, നിർത്തരുത്, ആത്മാവിൽ ആരാധിക്ക ശക്തിയോടെ. ഹല്ലേലൂയ. ഓമാ റബോനോ തുന സതുന ഹംതുന റികാന. ആരാണ് മനുഷ്യ? ദൈവം മനുഷ്യയോട് സംസാരിച്ചു, അവൻ മൈൻഡ് ചെയ്തില്ല. ഒരു വട്ടമല്ല, പലവട്ടം. ആരാണ് മനുഷ്യ? 33-ാം അധ്യായം 1-ാം വാക്യം. ആരാ മോളെ വായിക്കുന്നത്? സിസ്റ്റർ ആരാ വായിക്കുന്നത്? കാണുന്നില്ല. മനുഷ്യ വാഴ്ച തുടങ്ങിയപ്പോൾ എല്ലാ മക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരിക്കണം. അവന് 12 വയസ്സായിരുന്നു. അടുത്തത് അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അടുത്തത് അവൻ തന്റെ അപ്പനായ യെഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ആരാണ് മനുഷ്യ? ഇനി എന്നെ നോക്കിയാട്ട്. ആരാണ് മനുഷ്യ? ഇസ്രായേലിന്റെ രാജാവ്. അവനൊക്കെ എഴുതിയിരിക്കുന്ന എന്താണ്? അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ എത്ര വയസ്സായി മക്കളെ? 12 വയസ്സ്. 12ാമത്തെ വയസ്സിൽ രാജാവായനായിരുന്നു മനുഷ്യ. 12ാമത്തെ വയസ്സിൽ രാജാവാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ. 12ാം വയസ്സിൽ രാജാവാകുക. പത്തനാപുരം ഡിസ്ട്രിക്ട് ക്യാമ്പിൽ വന്നിരിക്കുന്ന മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും ഞാൻ പറയട്ടെ, മക്കളെ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്കും എനിക്കും തന്നിരിക്കുന്നത്. നിനക്ക് വീടുണ്ടെങ്കിൽ, നിനക്ക് കാറുണ്ടെങ്കിൽ, നിനക്ക് ജോലിയുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നൊരു പപ്പയെ കിട്ടിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരു മമ്മിയെ കിട്ടിയെങ്കിൽ, കരയുന്നൊരു സഭയിൽ നല്ലൊരു ദൈവദാസനെ കിട്ടിയെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ. മക്കളെ, കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കി തരാം, എന്നെ നോക്കിയിരിക്കണം. നിങ്ങൾ നാളെയോ മറ്റന്നാളോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിന് കയറി കൊല്ലത്ത് ചെന്നിട്ട് പാലക്കാട് വരെയോ കോയമ്പത്തൂർ വരെയോ ബാംഗ്ലൂർ വരെയോ ബോംബെ വരെയോ പോകണം. പോകുമ്പോൾ ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളിൽ റെയിൽവേ പുറമ്പോക്കുകളുണ്ട്. ആ പുറമ്പോക്കുകളിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ വിവാഹം, അവരുടെ ഹണിമൂൺ എല്ലാം അതിനകത്താണ്. നിങ്ങൾ ട്രെയിനകത്ത് സഞ്ചരിക്കുമ്പോൾ മക്കളെ, നിങ്ങൾ ചവിട്ടിക്കയറിയ ചളി, അഴുക്ക് ചാലുകൾ തുടച്ചു നീക്കി നിങ്ങളോട് കൈ നീട്ടുന്ന പിള്ളേരെ കാണാം, ചെറുപ്പക്കാരെ കാണാം. വയറ്റത്തടിച്ച് പാടി ഒരു നേരത്തിന് കൈ നീട്ടുന്നവനെ കാണാം. ഹോട്ടലിൻ്റെ വേസ്റ്റ് കൂണിൽ നിന്ന് വാരി വലിച്ചിട്ട് തിന്നുന്ന ചെറുപ്പക്കാരെ കാണാം. ബസ് സ്റ്റാൻഡുകളിൽ ഉറങ്ങുന്നവരെ കാണാം. റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്നവരെ കാണാം. വലിയ ഓവർ ബ്രിഡ്ജുകളുടെ താഴെ കിടക്കുന്നവരെ കാണാം, പേപ്പർ വിരിച്ച്. ഇന്ത്യയിലെ വലിയ കൺവെൻഷനൊന്നാണ് നവാപൂർ കൺവെൻഷൻ. അവിടെ പ്രസംഗിക്കാനായി ഞാൻ ബോംബെ എയർപോർട്ടിൽ രാത്രി 1:30 മണിക്ക് പ്ലെയിൻ ഇറങ്ങി. രാവിലെ 5 മണിക്കാണ് അടുത്ത ട്രെയിനെ ഭാഗനക്കൂ നവാപൂരിലേക്ക്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്നു. രാവിലത്തെ ട്രെയിന് കയറ്റി വിടാൻ വേണ്ടി അദ്ദേഹം കാറിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ, ആ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പോകുമ്പോൾ എന്നെ നോക്കിയ മക്കളെ, ആ റോഡിൻ്റെ ഇരു സൈഡിലും 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങുന്നു, കുഞ്ഞുങ്ങളുൾപ്പെടെ. ആ കുഞ്ഞുങ്ങളൊക്കെ ഇഴഞ്ഞിങ്ങി നീങ്ങുന്ന കാണാം. അപ്പോൾ ഒരു പെരുമഴ പെയ്തു, പെരുമഴ. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യർ കാളയെ പോലെ, പോത്തിനെ പോലെ കിടന്ന് നനയുകയാണ്. കാരണം, പറമക്കളെ, കാരണം അവർക്ക് പോകാൻ ഒരിടമില്ല. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നീ എന്തുകൊണ്ട് റെയിൽവേ പുറംപോക്കിൽ ജനിച്ചില്ല?
നീ എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്നവനായി മാറിയില്ല? നീ എന്തുകൊണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങുന്നവനായി മാറിയില്ല? അവർ നിന്നെ ഭാവിയായിട്ടാണോ? ഈ രാത്രി നീയും നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന സകല നന്മയ്ക്കും ഒരു പേരുണ്ട്. അതിൻ്റെ പേരാ കൃപ. അർഹതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ ദാനം. എൻ്റെ യോഗ്യത കൊണ്ടാന്ന് പറയാൻ കഴിയുമോ? കൈയൊന്നുയർത്തി കൃപയെന്നൊന്ന് പറ, കൃപയെന്ന് പറ. ഞാൻ അനുഭവിക്കുന്ന സകല നന്മയും കൃപയാലാണെന്ന് പറ. കൈ അടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, കൃപ 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 കൃപ. വാതുറന്ന് പറ, പിശാചികൾക്ക് പറ, കൃപയാ കൃപ, കൃപയാ 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 മക്കളെ. നിങ്ങൾക്കറിയാമോ, 50 രൂപ കൊടുത്താൽ, എനിക്ക് വിലയൊന്നും ശരിക്കറിയില്ല, അങ്ങേയറ്റം പോയി 50 രൂപ കൊടുത്ത ഒരു നോട്ട്ബുക്ക് കിട്ടും. ഒരു നോട്ട്ബുക്ക് മക്കളെ, ആ 50 രൂപ കൊടുത്ത് നോട്ട്ബുക്ക് വാങ്ങാൻ കഴിയാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. നിന്റെ തലമുറ 20,000-ൻ്റെയും 30,000-ൻ്റെയും 40,000-ൻ്റെയും ഫോൺ ഉപയോഗിക്കുമ്പോൾ, ടാബ് ഉപയോഗിക്കുമ്പോൾ, നോട്ട് പാഡ് ഉപയോഗിക്കുമ്പോൾ 50 രൂപയുടെ ഒരു ബുക്ക് വാങ്ങാൻ കഴിവില്ലാത്തവൻ ഇവിടെ ഉണ്ടെന്ന് നീ മറക്കരുത്. നീ അനുഭവിക്കുന്ന നന്മ കൃപയാ, കൃപ. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ദാനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്തെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മക്കളെ? ഡോക്ടറാകാൻ കഴിഞ്ഞതാണോ? എഞ്ചിനീയറാകാൻ കഴിഞ്ഞതാണോ? നേഴ്സാകാൻ കഴിഞ്ഞതാണോ? അമേരിക്കയിൽ പോകാൻ കഴിഞ്ഞതാണോ? UK പോകാൻ കഴിഞ്ഞതാണോ? അല്ല അല്ല അല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഒരു ദൈവ പൈതലാകാൻ കഴിഞ്ഞതാണ്. അതും കൃപയാലല്ലേ. കൽദയ പട്ടണത്തിൽ എത്രയോ അബ്രഹാമാരുണ്ടായിരുന്നു. ഒരബ്രഹാമിനെ ദൈവം വിളിച്ചു, അതിൻ്റെ പേരാണ് കൃപ. തർശോശിൽ എത്രയോ ശൗലുമാരുണ്ടായിരുന്നു, ഒരാളെ ദൈവം വിളിച്ചു, എൻ്റെ പേരാ കൃപ. മക്കളെ, നിങ്ങളുടെ കുടുംബക്കാരിൽ പലരും ഇന്നും ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ ആരാധന എന്ന പ്രഹസനം നടത്തുമ്പോൾ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവങ്ങളുടെ മുമ്പിൽ വീണ് കരയുമ്പോൾ, വിളിച്ചാൽ വിളി കേൾക്കുന്ന, നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നു. അതിന്റെ പേരാണ് കൃപ. കരമടിച്ച ദൈവത്തെ സൂചിച്ചിട്ട് പറ, കൃപ. ശക്തിയോടെ കൃപയാ മക്കളെ, കൃപയാ. പക്ഷേ മനശ്ശയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ ജാതികളെക്കാൾ അധികം പാപം ചെയ്തു, തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി. 2 വാക്യം ഒന്ന് വായിക്കുന്ന ആള് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം ശ്രദ്ധിക്ക്. ഇത് കൺവെൻഷൻ ആണെങ്കിലും ഇവിടെ വന്നതില്ല ദൈവമക്കളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, പ്രയോജനപ്പെടണ്ടേ, അവരിറക്കണ്ടേ. പരിശുദ്ധ ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ ഗൈഡൻസിലാണ് ഈ ദൂതി ഞാൻ എടുത്തിരിക്കുന്നത്. വായിക്കാം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. നമ്മളെ ശ്രദ്ധിച്ച് വായിക്കാം. ആരാ വായിക്കുന്നത്? പിന്നെ യഹോവയെയും അതിനുശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത പെന്തക്കോസുകാരനോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിനക്ക് നൽകിയ നന്മയറിയാത്തൊരു തലമുറ നിന്റെ വീട്ടിൽ വളർന്നു വരരുത്. ഈ ഇസ്കിയാവിനെ കുറിച്ച്, അതായത് മനശ്ശയുടെ അപ്പനാണ് ഇസ്കിയാവ്, അവനെ കുറിച്ചൊരു വാക്യമുണ്ട്, അതോട് വായിച്ചോ. 2 ക്രോണിക്കൽസ് 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം 24-25 വാക്യങ്ങൾ. വേഗത്തിൽ 2 ദിനവൃത്താന്തം 32-ന്റെ 24-25 വാക്യങ്ങൾ. യെസ്. ആ കാലത്തെ ഹിസ്കിയാവിനെ മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരുളി ഒരടയാളവും കൊടുത്തു. എന്നാൽ ആ പദം അണ്ടർലൈൻ ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് കോപം ജ്വലിച്ചു. മക്കളെ, നിനക്ക് പണമുണ്ടെങ്കിൽ,
വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, വീടുണ്ടെങ്കിൽ, കാറുണ്ടെങ്കിൽ എല്ലാം മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്കിത് തന്ന ദൈവം തന്നുപോയല്ലോ എന്ന് പറയാനിട വരരുത്. ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടക്കണം. കൈ ഉയർത്തിയൊരു സ്തോത്രം ശക്തിയോട് പറഞ്ഞേ. നടന്നില്ല. നിങ്ങൾക്കറിയാം, എന്നെ നോക്കിയിരുന്നാട്ടെ. ഇസ്കിയാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇസ്കിയാവ് അടുക്കൽ വലിയ പ്രവാചകന്മാരൊരുവൻ യെശയ്യാവ് എന്ന് പറഞ്ഞാൽ വലിയ പ്രവാചകനാണ്. യെശയ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ ചെല്ലണം, കൊട്ടാരക്കെട്ടിനകത്തേക്ക് ചെന്നിട്ട് ഇസ്കിയാവിനോട് ദൂത് പറയണം, നീ കയറി കിടക്കുന്ന കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ നീ മരിച്ചു പോകും. ആ ദൂത് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ പറഞ്ഞു. എന്നെ നോക്കിയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇസ്കിയാവ് അങ്ങോട്ടിൻ്റെ അടുക്കലോട്ട് യെശയ്യാവ് ചെന്നിട്ട് പറഞ്ഞു, നീ കയറി കിടക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നീ മരിക്കും. ഉടനെ ആ മനുഷ്യൻ ചെയ്തത്, ചുവരിന് നേരെ മുഖം തിരിച്ച് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ നോക്കി മക്കളെ, ആ സെക്കൻഡിൽ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ നിന്നൊരു ദൂത് പാഞ്ഞു വന്നു. യെശയ്യാ പ്രവാചകൻ ആ കൊട്ടാരത്തിൻ്റെ പടിക്കെട്ട് പോകും മുമ്പ് തമ്പുരാൻ പറഞ്ഞു, തിരിച്ചു കയറടാന്ന് പറഞ്ഞു. എന്നിട്ട് കയറി ചെന്ന് പറ, അവൻ്റെ കണ്ണുനീരിൻ്റെ അടുക്കലെത്തി, അവൻ്റെ പ്രാർത്ഥന എൻ്റെ അടുക്കലെത്തി. ഞാൻ അവൻ ആയുസ് ദീർഘമാക്കാൻ പോകാം. ഈ ക്യാമ്പിൻ്റെ രാത്രി കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ എത്ര വർഷമെടുക്കും കുഞ്ഞെ? 40 ദിവസം വേണോ? 21 ദിവസം വേണോ? ഹല്ലേലൂയ. 7 ദിവസം വേണോ? വേണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ കണ്ണുനീര് സ്വർഗത്തിലെത്തും, നിന്റെ നെടുവീർപ്പ് സ്വർഗത്തിലെത്തും. ഇന്ന് രാത്രി ഞാൻ പറയാം, എൻ്റെ പ്രാർത്ഥന തിരുസൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. കൃപയെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, അഭിഷേകം ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിപ്പാൻ മുട്ടുകുത്തുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന അറിയത്തില്ല, പക്ഷെ അതിന്റെ മണം സ്വർഗത്തിലെത്തും. ഈ രാത്രി നിങ്ങളുടെ പേരും വീട്ടുപേരും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, നീ രഹസ്യമായി കരയുന്ന ചിലതിന് ഈ രാത്രി ദൈവം പരസ്യമായി ഉത്തരം തരാൻ പോകുകയാണ്. നീ ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ദൈവത്തിന്റെ മറുപടി വ്യാപിപ്പാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, വാ തുറന്നോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ അകലങ്ങളിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ശക്തിയാണ്. വാതുറന്ന് ദൈവത്തെ ആരാധിച്ചോ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ ഭവനത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. വിശ്വസിക്ക്, ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അകലങ്ങളിൽ നിന്റെ കുഞ്ഞായിരിക്കുന്നിടത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ശക്തമായി വാ തുറന്നോ, ആരാധിച്ചോ. ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെടട്ടെ. ഞാൻ ചോദിക്കട്ടെ, സമയമില്ലാത്തോണ്ടാ മക്കളെ, പ്രവചനം തെറ്റുവോ? വലിയ പ്രവാചകനായ പ്രവചനം തെറ്റുവോ? വലിയ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു തെറ്റുവോ? എൻ്റെ വായിൽ നിന്ന് വന്നത് ഞാൻ മാറ്റില്ല. ഞാൻ പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല. എന്നാൽ എൻ്റെ ദൈവത്തിന്, ഈ അടുത്ത ഒരാളൊരു പറയുന്നത് കേട്ടു, ദൈവത്തിൻ്റെ ഒരു ബലഹീനതയുണ്ടെന്ന്. ദൈവത്തിന് ബലഹീനതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വാക്ക് മാറും. ചിലപ്പം തീരുമാനം ദൈവം മാറ്റുമെന്ന്. എപ്പോഴെന്നറിയാമോ? കണ്ണുനീരിന്റെ മുമ്പിൽ, കരച്ചിലിന്റെ മുമ്പിൽ ദൈവം തന്റെ തീരുമാനം മാറ്റും. തമ്പുരാൻ സ്വർഗത്തേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴാ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളൊരു പ്രസംഗം കേൾക്കാനൊന്നും ഇരിക്കേണ്ട. 40 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാർഗം എനിക്ക് വേണ്ട. സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോഴാണ് കല്ലറയുടെ വാതിക്കൽ നിന്നൊരു പാവപ്പെട്ടവൾ കരയുന്നു. തമ്പുരാൻ തന്റെ റൂട്ട് മാറ്റി കല്ലറ വാതിക്കൽ വന്നില്ലേ പാസ്റ്റേ? കാരണം അവൾ റെബൂനി എന്ന് വിളിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ എന്നെ തൊടരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയില്ല. പിതാവിൻ്റെ അരികിലേക്ക് ഇത്ര വലിയ ദൗത്യമായി പോയിക്കൊണ്ടിരുന്നവൻ കല്ലറവാതുക്കൽ ഒരു പാവപ്പെട്ട സഹോദരി കരയുന്നത് കണ്ടപ്പോൾ അവൻ തൻ്റെ റൂട്ട് മാറ്റി ആ കല്ലറവാതുക്കൽ വന്നെങ്കിൽ
കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിനക്ക് വേണ്ടി അവൻ ചില പദ്ധതികൾ മാറ്റിമറിക്കും. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ചില പ്രോഗ്രാമുകൾ ദൈവം മാറ്റിമറിക്കും, ചില പ്ലാനുകൾ ദൈവം മാറ്റിമറിക്കും. നിങ്ങൾ ചുമ്മാതെ ഇവിടെ ഇരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. പ്രസംഗം കേൾക്കാനുള്ള വിടുതൽ ലഭിപ്പാനുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ഞാൻ നിനക്ക് വേണ്ടി പറയുന്നു, കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി ചില പദ്ധതികളെ ദൈവം ക്യാൻസൽ ചെയ്യും. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത ചില പദ്ധതികളെ എന്റെ ദൈവം ക്യാൻസൽ ചെയ്യും. ചില റൂട്ടുകളെ ദൈവം മാറ്റും. ചില പ്രോഗ്രാമുകളെ ദൈവം തിരുത്തി എഴുതും. അതെ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം ചില കാര്യങ്ങൾ, രേഖകളെ തിരുത്തി എഴുതുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നിനക്ക് വേണ്ടി ദൈവം ചില നിയമങ്ങളെ മാറ്റി എഴുതുന്ന പരിശുദ്ധാത്മ പറയുന്നു. വിശ്വാസത്തോട് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഇരിക്കുന്നവരെ ആരെയും. ഞാൻ ഇന്ന് രാത്രി ഒരു തിയോളജി പ്രസംഗിക്കുകയല്ല. കരയുന്ന നിനക്ക് വേണ്ടി ചില തിയറികളെ ദൈവം മാറ്റി എഴുതും. ചില തീരുമാനങ്ങളെ മാറ്റി എഴുതും. ചില ഗവൺമെന്റ് ഓർഡറുകളെ ദൈവം മാറ്റി എഴുതും. നിനക്ക് വേണ്ടി ദൈവം ചിലത് മാറ്റി എഴുതും. മാനസാന്തരത്തിന്റെ മുമ്പിൽ, കരച്ചിലിന്റെ മുമ്പിൽ ദൈവം തീരുമാനങ്ങൾ മാറ്റും. നിനവെ നശിപ്പിക്കാൻ പ്ലാനിട്ട തമ്പുരാൻ ആ പദ്ധതി മാറ്റി. അത് പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല. അവന് ദേഷ്യപ്പെടുക. അവന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കറിയാം നീ ദൈവം ഇങ്ങനെയാണ് അല്ലേ, അങ്ങനല്ലേ വാസന പറഞ്ഞേ, എനിക്കറിയാം നീ തീരുമാനമൊക്കെ മാറ്റും, കണ്ണുനീരിൻ്റെ മുമ്പിൽ നീ മാറുമെന്ന്. അതേ സഹോദര, എൻ്റെ ദൈവം കണ്ണുനീരിൻ്റെ മുമ്പിൽ ചില തീരുമാനങ്ങളെ മാറ്റിയെഴുതുന്ന ദൈവമാണ്. ശക്തിയോടെ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞ് തിരിച്ചു കയറി ചെല്ലാൻ പറഞ്ഞു. അപ്പം പ്രവചനം മാറിയെങ്കിൽ ചില പ്രവചനം മുന്നറിയിപ്പുതാ, കരഞ്ഞാൽ അതൊക്കെ മാറും. മനസ്സിലായോ? ആ വഴി മാറാൻ വേണ്ടി, ആ അപകടം മാറാൻ വേണ്ടി, ആക്സിഡൻറ്റ് മാറാൻ വേണ്ടിയാ, ആ തകർച്ചയിൽ രക്ഷപ്പെടാനാണ് നിനക്ക് സന്ദേശം നൽകിയത്. അതുകൊണ്ട് ദൂത് നൽകിയുണ്ട്, അത് നിവർത്തിക്കാൻ കാത്തിരിക്കേണ്ട. അവൻ ദൈവസ്ഥലം വീണുമ്പാട് വീണാൽ, കരഞ്ഞാൽ ഏത് വിധിയെഴുത്തുകളെയും മാറ്റി എഴുതാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒന്നുകൂടെ ശക്തിയോട് ആരാധിച്ചുകൊണ്ട് പറ, മാനുഷികമായ സകല വിധിയെഴുത്തുകളെയും, ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെയും, നിനക്കും നിന്റെ തലമുറയ്ക്കും വിരോധമായി പൊങ്ങുന്ന സകല കോട്ടകളെയും ഇടിപ്പാൻ നിന്റെ കണ്ണിന് ശക്തിയുണ്ട്. കരയിടിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, സകല വിധിയെഴുത്തുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. ഉപകാരത്തിനത്തോണം നടന്നില്ല. എനിക്ക് തിരിച്ചു വരണം. മനശ്ശ 12-ാം വയസ്സിൽ രാജാവായവൻ, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ജാതികളെക്കാൾ മ്ലേച്ഛത ചെയ്തു. അവൻ്റെ അപ്പനിടിച്ച പൂജാഗിരികൾ അവൻ പണിതു, അശേരാപ്രതിഷ്ഠകളെ ഉണ്ടാക്കി. അങ്ങോട്ട് താഴെ വായിച്ചറിയാം അവൻ്റെ മ്ലേച്ഛതകൾ. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഞാൻ പറയാം ശാന്തമായി, മക്കളെ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്ക് നൽകിയത്. വായിച്ചേ മക്കളെ, ആരാ വായിക്കുന്നത്? ഫസ്റ്റ് ശമൂവേൽ, 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 1 ശമൂവേൽ 15-10-11. ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. അടുത്തത്, ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി അവൻ രാത്രി മുഴുവനെ യഹോവയോട് നിലവിളിച്ചു. 35-ാം വാക്യം കൂടെ അതാണ് മോളെ വായിച്ചേ. അതാണ് ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു. ശ്രദ്ധിച്ചേ, ഇതാരെ കുറിച്ചാ പറഞ്ഞത്? ശൗൽ. മക്കളെ, നിങ്ങളോട് എന്നോട് പറയണം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശൗൽ ആരായിരുന്നു മോനെ? ഉറക്കെ പറ. 1-ാമത്തെ രാജാവ്, ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവ്. അവൻ എന്തേ അന്വേഷിച്ച് നടന്ന? കഴുതയെ തേടി നടന്നവനെ ദൈവം ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവാക്കി. വില കുറഞ്ഞതിന്റെ പുറകെ നടന്നവനെ ദൈവം വിലയേറിയവനാക്കി മാറ്റി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, ദൈവം ശൗലിനെ രാജാവാക്കിയതിൽ ദുഃഖിച്ചു, അനുതപിച്ചു. ശമൂവേലും ദുഃഖിച്ചു. ആ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു. മക്കളെ, മറ്റു പലർക്കും നല്ലാത്ത നന്മ ദൈവം നിനക്ക് തന്നെങ്കിൽ
വളരെ ലളിതമായി പറയാം. സൗന്ദര്യം തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ബുദ്ധി തന്ന ദൈവം, നന്മ തന്ന ദൈവം. ഇതോർത്ത് നിന്നെ ഓർത്ത് ദുഃഖിക്കാനിട വരരുത്. തന്നുപോയല്ലോ, കൊടുത്തുപോയല്ലോ എന്നോർത്ത് ദുഃഖിക്കരുത്. ഞാൻ ശരിക്കും നോക്കി അങ്ങനെ തന്നെയാണോ? മൂൺ എന്ന പദമാണ്, റിഗ്രറ്റ് എന്ന പദമാണ്, റിപ്പൻറ്റ് എന്ന പദമാണ്. കൊടുത്തുപോയല്ലോ, തന്നുപോയല്ലോ. കേട്ടോ, സൗന്ദര്യം തന്നവൻ, ആരോഗ്യം തന്നവൻ, ബുദ്ധി തന്നവൻ, തന്നല്ലോ എന്ന് പറയാനിട വരരുത്. സത്യത്തിൽ പെന്തക്കോസുകാരന് ഭൗതിക നന്മ കൊടുത്തതിൽ ദൈവം ദുഃഖിക്കുന്നെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ല ഇത്ര അഹങ്കാരമുണ്ടോ? അല്ല ഇത്ര കേസും വഴക്കും വരുമോ? നിനക്ക് നന്മ, പട്ടിണിയുടെ കാലത്ത് നിൻ്റെ അപ്പം കിടന്ന് കരഞ്ഞ കണ്ണുനീര് കണ്ട്, നിൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ദൈവം തുറന്നുറവാ. ആ നന്മയെന്ന് കുടിക്കുമ്പോൾ നിനക്ക് നന്ദിയുണ്ടോ? ദൈവത്തോട് വിശ്വസ്തതയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിൻ്റെ അധ്വാന വല്ലം വല്ലവരും തിന്നുമോ? അത് കോടതി പോവോ? ഇല്ല. അഹങ്കാരികളെ, ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയാം, നിനക്കിത് തന്ന ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് മറക്കരുത്. സ്തോത്രം കേട്ടില്ല? സ്തോത്ര ശക്തിയോട് കേട്ടില്ല? മക്കളെ, തന്നുപോയല്ലോ എന്ന് പറയരുത്. ദൈവം ദുഃഖിച്ചു. ഇവിടെ മറ്റൊരു പദം കേൾക്കാം. എന്താ പറഞ്ഞേ? ശമൂവേലും ദുഃഖിച്ചു. ആരാ ശമൂവേല്? ശൗലിനെ അഭിഷേകം ചെയ്തവൻ, പ്രവാചകൻ. അവൻ ദുഃഖിച്ചെന്ന്. ഈ രാത്രി കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, മക്കളെല്ലാവരും നോക്കിയേ. നിന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ട്, നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ട്, നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ പപ്പ, നിന്റെ മമ്മി, നിന്റെ പാസ്റ്റർ, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ, നീ അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരവര്. എന്നാൽ നീ ഉയർന്നു കഴിയുമ്പോൾ നീ നിമിത്തം അവർ കരയാനിട വരരുത്, അവർ ദുഃഖിക്കാനിട വരരുത്. മക്കൾ കേൾക്കുന്നുണ്ടോ? നിന്റെ അപ്പൻ നിന്നെക്കുറിച്ച് കരയാനിട വരരുത്. നിന്റെ അമ്മ നിന്നെക്കുറിച്ച് ദുഃഖിക്കാനിട വരരുത്. ഈ ശൗലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ശൗല് പറഞ്ഞു, അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് എന്നെക്കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് വീട്ടിൽ പോകണമെന്ന്. വീട്ടിലൊരു അപ്പനുണ്ടെന്ന ചിന്ത വേണം മക്കളെ. എവിടെ പോകുമ്പോഴും ഒരമ്മയുണ്ടെന്ന ചിന്ത വേണം. അത് പ്രേമത്തിൽ അകപ്പെടുമ്പോഴും വേണം, കല്യാണം ആലോചിക്കുമ്പോഴും വേണം. എൻ്റെ അപ്പൻ കരയരുത്, നിനക്കായി കരഞ്ഞ നിൻ്റെ അമ്മ കരയരുത്. ഇതൊന്നും ആരും കൺവെൻഷൻ പ്രസംഗിക്കത്തില്ല. നിൻ്റെ അമ്മ വേദനപ്പെടരുത്. ചില പിള്ളേരൊക്കെ വളർന്നു കഴിയുമ്പം ചോദിക്കും, പപ്പ അപ്പൻ എനിക്ക് എന്നാണെന്ന്. അതിനേക്കാൾ വലിയ സങ്കടമായി അമ്മമാരോട് തിരിഞ്ഞ് ചോദിക്കും, അമ്മ എനിക്ക് എന്താ തന്നെന്ന്. നിൻ്റെ അമ്മ നിനക്ക് തന്നത് ജീവരക്തമാണ്. ഓരോ ഡെലിവറിയും ഓരോ മരണങ്ങളാണെന്ന് മറക്കരുത്. ഓരോ മരണങ്ങളാ. നീ അപ്പൻ്റെ വില അറിയണേ, നീ ഒരപ്പനാകണം. അമ്മയുടെ വില അറിയണേ, നീ ഒരമ്മയാകണം. മക്കളെല്ലാം തീരുമാനം എടുത്തോണം, എൻ്റെ അപ്പൻ കരയാനിട വരരുത് ഞാൻ നിമിത്തം, എൻ്റെ അമ്മ കരയാനിട വരരുത്. അടുത്തത് പറയുമ്പോൾ ഞാൻ ബാക്കി പറയാം. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, എന്നെ നോക്കിക്കേ, ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ശൗൽ അനുസരണക്കേട് കാണിക്കുമെന്ന്? പറഞ്ഞാട്ട് മക്കളെ, അറിയോ? അറിയാമായിരുന്നു. യോന വഴി തെറ്റിപ്പോകും ദൈവത്തിന് അറിയത്തില്ലേ? പത്രോസ് തള്ളിപ്പറയും ദൈവത്തിന് അറിയത്തില്ലേ? യൂദാ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയത്തില്ലേ? അറിയാഞ്ഞിട്ടല്ല, എന്നിട്ടും അവൻ തിരഞ്ഞെടുത്തു. ഒരു സ്തോത്ര ശക്തിയോട് പറഞ്ഞേ. ഈ നമുക്കൊക്കെ അബദ്ധം പറ്റിയെന്നും പറഞ്ഞിരിക്കുന്നവരാ നമ്മൾ പലതിലും. നമ്മൾ പറയുന്നത് ഇവൻ ഇങ്ങനത്തവനാന്ന് അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ കൂടത്തില്ലായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴും പറയുന്നത് ഇയാൾ ഇങ്ങനത്തവനാന്ന് അറിഞ്ഞില്ല, ഇവൾ ഇങ്ങനത്തവളാന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റിയെന്നാ. പക്ഷേ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം, നിന്നെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല.
അത് അവൻ തൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അനുദപിക്കുന്നില്ല. ഭീമോനച്ചനെ തെരഞ്ഞെടുത്തതിൽ ദൈവം അനുദപിക്കുന്നില്ല. നിന്നെ തെരഞ്ഞെടുത്തതിൽ ദൈവം അനുവദിക്കുന്നില്ല. എൻ്റെ ശക്തിയും ശക്തിഹീനതയും അറിവും അറിവുകേടും എൻ്റെ ദൈവത്തിനറിയാം. മക്കളെ, മോനെ, മോളെ, കുഞ്ഞെ, നിന്നെ നന്നായി അറിഞ്ഞിട്ടാ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തത്. എൻ്റെ ദൈവത്തിന് നിന്നെ തെരഞ്ഞെടുത്തതിൽ അബദ്ധം പറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല. എൻ്റെ ദൈവം എന്നെ നന്നായി അറിഞ്ഞാണ് തെരഞ്ഞെടുത്തത്. ശക്തിയോടെ ഞാനൊന്നുകൂടെ പറയാം. എന്നെ ഞാൻ അറിയുന്ന പോലെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കില്ല. നമ്മളെ എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരും കൂടെ കൂട്ടത്തില്ല. പക്ഷെ നമ്മളെന്താന്നറിഞ്ഞിട്ടും കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തി. സ്തോത്രം. കേട്ടില്ല? ഒരു കാര്യം കൂടെ മനസ്സിലാക്കി തരട്ടെ മക്കളെ. തോറ്റവനെ ആർക്കും വേണ്ട, അറിയാവോ? പരാജയപ്പെട്ടവനെ ആർക്കും വേണ്ട. മാർക്ക് കുറഞ്ഞവനെ ആർക്കും വേണ്ട. ഒന്നാം റാങ്കുകാരനെ എല്ലാവർക്കും മതി. ഒരിക്കൽ പരാജയപ്പെട്ടവനെ പിന്നാരും കൂടെ നിർത്തത്തില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ തോറ്റവനെ ഉപേക്ഷിക്കുന്നവനല്ല, പരാജയപ്പെട്ടവനെ ഉപേക്ഷിക്കുന്നവനല്ല, ഒരിക്കൽ തോറ്റവനെ ജയിക്കാൻ അയക്കുന്നവനാണ്. മോശ എവിടെ തോറ്റോ അവിടെ ജയിക്കാൻ അവൻ വിടും. യോന എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയിക്കാൻ ദൈവം അയക്കും. പത്രോസ് എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയിക്കാൻ അയക്കും. കരമടിച്ച് ദൈവത്തെ സൂചിച്ചേ. മക്കളെ, നീ തോറ്റെന്ന് വിചാരിച്ച് ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ഒരു തോൽവി കൊണ്ട് നീ അവസാനിക്കില്ല. ദൈവം നിന്നെ ജയിക്കാൻ അയക്കും. കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എന്റെ ദൈവത്തിന് എന്നെ വേണമെന്ന് പറ. തോറ്റവനെ അവന് വേണം, പരാജയപ്പെട്ടവനെ വേണം, മാർക്ക് കുറഞ്ഞവനെ വേണം, മണ്ടനെ വേണം, ബുദ്ധിയില്ലാത്തവനെ വേണം. ശക്തിയോട് പറ, വാ തുറന്ന് പറ, സൗന്ദര്യമില്ലാത്തവന് വേണം. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് പറ, എന്റെ ദൈവം എന്റെ ബുദ്ധി നോക്കുന്നവനല്ല, എന്റെ യുക്തി നോക്കുന്നവനല്ല, എന്റെ സൗന്ദര്യം നോക്കുന്നവനല്ല, എന്റെ ആരോഗ്യം നോക്കുന്നവനാണോ? ആണോ? അല്ല, 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 അല്ല. എന്റെ ദൈവത്തിന് ബുദ്ധി കുറഞ്ഞവനെ വേണം, മണ്ടന്മാരെ വേണം. മോനെ, നീ മണ്ടനാണെന്ന് ആരെങ്കിലും എഴുതി തള്ളിയെങ്കിൽ ഞാൻ ഓരോ വാക്കും ദൈവ ആത്മാവിൽ നിന്നോട് വിളിച്ചു പറയാ. നീ ഡിസേബിളാന്ന് പറഞ്ഞെങ്കിൽ നിന്നെ എൻ്റെ കർത്താവിന് വേണം. അവൻ തിരഞ്ഞെടുക്കുന്ന എല്ലാം മണ്ടന്മാരെയാ, തോറ്റവനെയാ, പരാജയപ്പെട്ടവനെയാ. 16-ാം അധ്യായം പറയുന്നുണ്ട്, ഞാൻ ശൗലിനെ രാജസ്ഥാൻ തള്ളിയെന്നിരിക്കെ നീ അവനെ ഓർത്ത് എത്ര നാൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. എഴുന്നേക്ക്, തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്ക്, നീ പുറപ്പെട്. സായിയുടെ സന്തതിയിൽ ഞാനൊരുത്തനെ കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഇയാളെ കുറിച്ചു. ഹല്ലേലൂയ. ദൈവം വേണ്ടെന്ന് വെച്ചതോർത്ത് നീ ദുഃഖിക്കരുത്. ആ കൂട്ടുകാരിയെ നിനക്ക് വേണ്ട, ആ കൂട്ടുകാരനെ നിനക്ക് വേണ്ട, ആ ജോലി നിനക്ക് വേണ്ട, ആ കല്യാണം നിനക്ക് വേണ്ട. നീ ഭാരപ്പെടരുത്. മനസ്സിലായോ? എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരി. ഒരു ശൗൽ വീഴും മുമ്പ് തന്നെ ദൈവം ഒരു ദാവീദിനെ നോക്കി വെച്ച ദൈവമാ. നിന്റെ നന്മയുടെ ഒരു ഉറവ അടയുമ്പോൾ മറ്റൊരു ഉറവ ദൈവം തുറന്നിരിക്കും. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ ദൈവം തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കത്തില്ല. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ മക്കളെ, ശക്തിയോടെ മേളിലിരിക്കുന്ന ഉൾപ്പെടെ കരമടിക്കണം. നീ ഇവിടെ ക്യാമ്പിന് വന്ന് കയ്യും കെട്ടിയിരിക്കരുത്. നിന്റെ സന്തതി കാണണം നീ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ആരാധിക്കേണ്ടത് എന്തെന്ന് നീ പഠിപ്പിച്ചു കൊടുക്കണം. വായും പൂട്ടി കണ്ണും പൂട്ടി ഇരുന്നല്ല, കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണ്ട് ഇങ്ങനെ മക്കളെ ആരാധിക്കുന്ന പറ. യേശുവിന്റെ നാമത്തിൽ പറയാം, മോനെ, ഒരു വാതിൽ അടഞ്ഞെങ്കിൽ മറ്റൊരു വാതിൽ ദൈവം തുറന്നിരിക്കും. ഒരു നന്മ അടഞ്ഞെങ്കിൽ മറ്റൊന്ന് ദൈവം തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കില്ല.
Udama ragana damana rudani hatuna ragala udama shakona hampuni hara hutuna udama shakoni hampuna riya അതെ പ്രാർത്ഥിച്ചാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഹല്ലേലൂയ. ദർശനം കാണ്, വെളിപ്പാട് കാണ്. ഓ പ്രവചിക്ക് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രവചിക്ക്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലനോട് കൽപ്പിക്ക. വൈഡമാന ഹൊറ്റുന ബലംതുന റഹത്തുന ബലംതുന ഉടമന റഹത്തുന ബലംതുന റഹത്തുനാമ ഉടമന റഹശുന ബലംതുനിയ. മക്കളെ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് നിന്റെ അവസാനമല്ലത്. 10 പരീക്ഷയ്ക്ക് തോറ്റത് കൊണ്ട് നീ അവിടെ തീരത്തില്ല. 10 ഇന്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടുകൊണ്ട് നിനക്ക് ജോലി കിട്ടാതിരിക്കില്ല. 5 ആമ്പിള്ളാരുടെ മുമ്പിൽ നീ ഇറങ്ങി നിന്നത് കൊണ്ട് നിന്റെ കല്യാണം നടക്കാതെ വരത്തില്ല. ഒന്ന് പോയെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമേറിയത് മറ്റൊന്ന് വെച്ചിട്ടുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, നിനക്കൊന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അവ തുറന്നു വരുന്ന രാത്രിയാകുന്നു. കരങ്ങളടിച്ച് ആത്മാവിൽ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ പറ, ദൈവം തള്ളിയതിനെ ഓർത്ത് ഞാൻ കരയത്തില്ലെന്ന് പറ, ഞാൻ ദുഃഖിക്കത്തില്ലെന്ന് പറ. എനിക്കിതിലും ശ്രേഷ്ഠമേറിയത് എന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ അവസാനമല്ലിത്. ഇവിടെ നീ തീരത്തില്ല, ഇവിടെ നീ അവസാനിക്കത്തില്ല. ഇതിനപ്പുറം ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ലോകത്തിലെല്ലാവർക്കും ഫസ്റ്റ് ക്വാളിറ്റി മതി. കർത്താവിനോട് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആർക്കോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ഫസ്റ്റ് ക്വാളിറ്റി മതി. റാങ്കുകാരെ മതി, ഫസ്റ്റ് പെർഫോമൻസുകാരെ മതി. തൂക്കെ ആർക്കാ വേണ്ടേ? പരാജയപ്പെട്ടവനെ ആർക്കാ വേണ്ടേ? സൗന്ദര്യമില്ലാത്തവനെ ആർക്കാ വേണ്ടേ? ബുദ്ധിയില്ലാത്തവനെ ആർക്കാ വേണ്ടേ? മോനെ നിന്നോട് ഹൃദയത്തിൽ ഞാൻ പറയാം, നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ആർക്കും വേണ്ടെന്ന്? യേശു അപ്പച്ചന് നിന്നെ വേണം. യേശുവിന് നിന്നെ വേണം. നീ ചിന്തിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള പലരേക്കാൾ ദൈവം നിന്നെ മുന്നിൽ ഓടിക്കും. ഞാൻ എവിടെയോ റാന്നിയിൽ ഒരു മീറ്റിങ്ങിന് കയറി നിന്നു. പരിശുദ്ധാത്മാവും കൊണ്ടുപോയി. അതൊക്കെ വൈറലാണ്, നിങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ. അപ്പം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇപ്പം പറയുന്നു വാസേ, നിന്റെ തലമുറ ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും അവസാന കുതിപ്പിൽ ദൈവം നിന്റെ തലമുറയെ മുന്നിൽ കൊണ്ട് നിർത്തും. കരയുന്ന നിന്റെ തലമുറ, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ ഒത്തിരി പുറയിലായി നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ നിന്റെ തലമുറയെ ദൈവം മുന്നിൽ കൊണ്ടുവരും. കരമടിച്ചോ മക്കളെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നീ ഒത്തിരി പുറയിലാൻ തോന്നിയാലും ഫൈനൽ റൈസിൽ ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും. ദൈവത്തിന് ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന എലിയാവേ, ദൈവത്തിന് ആകാവിന്റെ രഥത്തിന്റെ പുറകാലയല്ല ഓടിക്കാൻ പോകുന്നത്, അതിന്റെ മുന്നാലെ ഓടിക്കാം. ശക്തിയോടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണ്ട് പറ, ദൈവത്തിന്റെ അഭിഷക്ത, നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത് കൊണ്ട്, പല പാഴ്സേജ് മാറി താമസിച്ചുകൊണ്ട് നിന്റെ തലമുറ പുറയിലായെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. മാൻപേടയ്ക്ക് കല്ലുല്യമാക്കി നിന്റെ തലമുറയുടെ കാലിനെ ദൈവം മാറ്റും. ദൈവം നിന്റെ തലമുറയെ അവന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കും.
ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ദൂതൊക്കെ പറന്നിട്ട് ആത്മാവ് തന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദേവിദാസ്. സത്യത്തിൽ ഈ ദാവീദ് ആരാ റെക്കമെൻഡ് ചെയ്തത്? ദാവീദിനെ ആരാ റെക്കമെൻഡ് ചെയ്തത്? ശൗലിൻ്റെ ലിസ്റ്റിൽ, ലോങ് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ദാവീദില്ലായിരുന്നു. അപ്പൻ്റെ പ്ലാനിൽ ദാവീദില്ലായിരുന്നു. ആരുടെയും പ്ലാനിൽ അവനില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനിൽ അവനുണ്ടായിരുന്നു. ലോകത്തിൽ ആരുടെയും പ്ലാനിൽ നീയും നിന്റെ തലമുറയും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവദാസ നീ ഉണ്ടെങ്കിൽ, ദൈവവൈതലെ നിന്റെ തലമുറയുണ്ടെങ്കിൽ, നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ട സമയത്ത് ദൈവം നിർത്തിയിരിക്കും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? വലിയ പ്രവാചകനായ ശമൂവേൽ വലിയ ടിക്കിട്ടു ദാവീദിനെ വെട്ടിട്ടെന്ന്. അപ്പം വെട്ടിട്ടു. എന്നാൽ തമ്പുരാൻ ടിക്കിട്ടാൽ ലോകത്തിലാരെല്ലാം എവിടുന്നെല്ലാം ഏതെല്ലാം ലിസ്റ്റിൽ നിന്ന് നിന്നെ വെട്ടിയാലും തമ്പുരാൻ നിനക്ക് ടിക്കിട്ടാൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കേണ്ട സമയത്ത് നീ നിന്നിരിക്കും. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ മക്കളെ. ദൈവം നിന്നെ നിർത്തിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. ദാവീദിനെ റെക്കമെൻഡ് ചെയ്താരാ? ശൗലല്ല, ശമൂവേലല്ല. അവസാനം തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയും റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവം നിന്റെ തലമുറയെ റെക്കമെൻഡ് ചെയ്യും. രാജാവാക്കാൻ കൊള്ളാകുന്നവൻ, നേതാവാക്കാൻ കൊള്ളാകുന്നവൻ ഒരു കാട്ടിക്കിടപ്പുണ്ടെന്ന് തമ്പുരാൻ പറയും. നിന്നെ ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും നീ രഹസ്യമായി കരഞ്ഞുകൊള്ളുക. നിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയാം. നമുക്ക് തീർക്കണമല്ലോ, ഞാൻ വേഗത്തിൽ പറയാം. അവൻ അപ്പൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി. മക്കളെ, അപ്പന്മാരുടെ നല്ല പേര് ഇല്ലാതാക്കരുത്, നല്ല പ്രവൃത്തി ഇല്ലാതാക്കല്ലേ. നിൻ്റെ അപ്പൻ വച്ചൊരു നല്ല സാക്ഷ്യം നീ കളഞ്ഞു കുളിക്കരുത്. നിൻ്റെ കുടുംബത്തിൻ്റെ, ഇതൊക്കെ നിങ്ങളുടെ മക്കളുടെ ഉള്ളിലോട്ട് കയറണം. നിൻ്റെ കുടുംബത്തിൻ്റെ നല്ല പേര് നീ കളയരുത്, ഒരു കാര്യത്തിലും കളയരുത്. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇടിക്കുമെന്നല്ല, പുരാതന ശൂന്യങ്ങളെ പണിയും. ഞാൻ കട്ട്ഷോട്ട് ചെയ്യുക, തീർന്നു സമയം. അതുകൊണ്ടാണ് തലമുറയായി ശൂന്യമായി കിടക്കുന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ, കൈ അടിക്കുകയല്ല, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ഇത് വിശ്വസിക്കുന്ന ഒരു പ്രവചനമായി ഇടിച്ചങ്ങോട്ട് കയറാൻ പോകാ ദൂത്. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന നിന്നോട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, കരയുന്ന നിന്റെ തലമുറ നിന്റെ പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടക്കുന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും. നിനക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ നിന്റെ തലമുറയെ ദൈവം അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. ഹല്ലേലൂയ. കൈയടിച്ച് ആരാധിച്ചുകൊണ്ട് പറ, അതെ, എനിക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ തലമുറ അയക്കും. എനിക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ എൻ്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. എൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവദാസന്മാരെല്ലാം ദൈവത്തെ ആരാധിച്ചാട്ട്. നിങ്ങളോടൊക്കെയുള്ള ദൂതാണ്, നിങ്ങളോടൊക്കെയുള്ള പ്രവചനമാണ്, കർത്താവിൻ്റെ അഭിഷക്തന്മാരുള്ള ദൂതാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ അശൂന്യമായി കിടക്കുന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും. നിനക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ദൈവം നിന്റെ തലമുറ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും.
വിശ്വാസത്തോട് പറഞ്ഞോ. ഇപ്പം കാണുന്നൊന്നും നോക്കണ്ട. യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. കർത്താവിനോട് പറയുന്നു, യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. The best is not to come. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മക്കളെ നിന്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. നിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത്, ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനിയും വെളിപ്പെടാൻ പോകുന്നതേയുള്ളൂ. കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചേ, എന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല, ഞാൻ അവിടേക്കുള്ള യാത്രയിലാണ്. ഞാൻ അവിടെ ഇതുവരെ എത്തിയിട്ടില്ല. 20 വർഷം നിങ്ങൾ പ്രസംഗിച്ചോ, 40 വർഷം പ്രസംഗിച്ചോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. സ്വതന്ത്രം കേട്ടില്ലല്ലോ. അത് വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. വിശ്വസിച്ചാൽ അത് വെളിപ്പെടും, പ്രാർത്ഥിച്ചാൽ അത് വെളിപ്പെടും. ഞാൻ ഈ ദൂത് കൺക്ലൂഡ് ചെയ്യാൻ പോകുക. മക്കളെല്ലാവരും ശ്രദ്ധിച്ചേ. അവനെ എന്തേലും പറഞ്ഞു നിർത്തണ്ടേ? ഇവനെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. മനസ്സോട് ദൈവം സംസാരിച്ചു. എത്ര വർഷം? പലവട്ടം. പക്ഷെ അവൻ 55 വർഷം രാജാവായിരുന്നു. അപ്പൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി, ജാതികളെക്കാൾ മ്ലേച്ഛ ചെയ്തു. പക്ഷേ ദൈവം അവനെ തകർത്തില്ല. ശൗലിനെ 2 വർഷം കൊണ്ട് നീക്കിയ ദൈവം 55 വർഷം മനശ്ശയെ സഹിച്ചു. 55-ാമത്തെ വർഷം കൊളുത്തുകളാൽ ബന്ധിച്ച് ബാബേലിൽ കൊണ്ടുപോയി മര്യാദ പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ദിവസം മുഴുവൻ തപ്പി നോക്കി, മുട്ടിമേന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ശൗലിനോട് കാണിക്കാത്ത കരുണ നീ എന്തുകൊണ്ട് മനശ്ശയോട് കാണിച്ചു? ഒറ്റ മറുപടി. മനശ്ശയുടെ അപ്പൻ്റെ പേര് ഇസ്കിയാവ്. വേഗത്തിൽ പറയണല്ലോ. ഇസ്കിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യാഹൻ്റെ ബലം. എക്സിബ അവൻ്റെ അമ്മയുടെ പേര്. ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതിനർത്ഥം എൻ്റെ സന്തോഷം അവനിൽ. യാഹൻ്റെ ബലമെന്ന് പറഞ്ഞ അപ്പൻ്റെയും എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു അമ്മയുടെയും മകനായിരുന്നു ആരെ? മനശ്ശ. അവനെ തകർക്കാൻ ദൈവത്തിന് മനസ്സായില്ല. മക്കളെ, പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ വഴിയാത്രകളിൽ നിന്നെ തകർത്ത് കളയുവാൻ, റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിക്കുവാൻ, വഴിയിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ ദുഷ്ടപിശാച് പലപത്തം പദ്ധതിയിട്ടപ്പോൾ ഒരു കരം അവിടെ നിന്ന് എടുത്തു മാറ്റി. നീ അറിയാതൊരു കരം നിന്നെ എടുത്തു മാറ്റി. കാരണം എന്തെന്നറിയാമോ? ആരൊക്കെയോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നീ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, നിന്റെ അമ്മയുടെ കണ്ണുനീർ, നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, നിന്റെ സഭയുടെ കണ്ണുനീർ കൊണ്ട് പാപം ചെയ്യുന്ന നിന്നെ ദൈവം വഴിയിൽ തകർക്കാഞ്ഞത് മാനസാന്തരപ്പെടാൻ അവസരം തന്നുകൊണ്ടിരിക്കുക. ശക്തിയോടെ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോ. ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ആരൊക്കെയോ കരയുന്നുണ്ട് മോനെ. നീ വിചാരിക്കുന്നത് ഞാൻ പാപം ചെയ്തിട്ടും എന്നെ ദൈവം കൊല്ലാഞ്ഞ എന്താണോ? കണ്ണുനീരിനെ മറികടപ്പാൻ ദൈവത്തിന് കഴിയില്ല. A son of many tears cannot be lost. A son of many tears cannot be lost. വളരെ കണ്ണുനീരിന്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഞാൻ ചെറുപ്പക്കാരോട് പറയും, മക്കളെ, നിന്റെ അപ്പൻ കരയുന്നവനാണോ? നിന്റെ അമ്മ കരയുന്നവളാണോ? ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, നീ കരയുന്നവനെങ്കിൽ നിന്റെ തലമുറ എവിടെ പോയാലും ദൈവരെ മടക്കിക്കൊണ്ടുവരും. അത് കൊളുത്തുകളാൽ ബന്ധിച്ചായാലും. നോക്കിക്കേ, 55 വർഷം സിംഹാസനം തീരുന്നവനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവമെടുത്ത് ഒറ്റ ഏറെറിഞ്ഞു. എങ്ങോട്ടാ? കാരാഗ്രഹത്തിലേക്ക്. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് അധിക നേരം വേണ്ട. 20 കോടി നിങ്ങളുടെ പേരിൽ ഇന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും എൻ്റെ ദൈവം അനുവദിച്ചില്ലെങ്കിൽ അതിൽ 1 രൂപ പോലും നിനക്ക് അനുഭവിപ്പാൻ കഴിയില്ല. ദൈവം കൽപ്പിക്കുന്നു, മഹാമത്സ്യം വരുന്നു. ദൈവം കൽപ്പിക്കുന്നു, കാറ്റടിക്കുന്നു. ദൈവം കൽപ്പിക്കുന്നു, വൻവൃക്ഷം വരുന്നു. മുളച്ചു വന്നതാണോ? അല്ല. അവൻ കൽപ്പിച്ചാക്കി ഒരു വൃക്ഷത്തെ, വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചു വരുത്തി. ദൈവം കൽപ്പിച്ചപ്പോൾ എന്നാ വന്നു? പറയുന്നേ, ഒരു പുഴു, ഒരു കൊച്ചുപുഴു. ആ കൊച്ചുപുഴു ആ വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് വേരോട് ഉണക്കി. നിന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ ദൈവത്തിനൊരൊറ്റ
ഒരൊറ്റ രാത്രി മതി. നീ എത്ര വൻവൃക്ഷമാണെങ്കിലും നിന്നെ വേരോടുണക്കാൻ ദൈവത്തിനൊരു കൊച്ചു പുഴു മതി. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ടെല്ലാം മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. രാത്രി പകലാക്കാനും പകൽ രാത്രിയാക്കാനും ദൈവത്തിന് അധിക നേരം വേണ്ട. ഒന്ന് കണ്ടുകൊണ്ടും നിഗളിക്കരുത് മക്കളെ, ഒന്ന് കണ്ടുകൊണ്ടും നിഗളിക്കരുത്. നമ്മളാകുന്ന കൃപയാലാ. അതിന് കാരണം കണ്ണുനീരാ. കണ്ണുനീര് പുറകിലുണ്ടോ രക്ഷപ്പെടാം. കരയാൻ ആളുണ്ടോ രക്ഷപ്പെടാം. പ്രാർത്ഥിക്കാൻ ആളുണ്ടോ രക്ഷപ്പെടാം. മടക്കി കൊണ്ടുവരും, ദൈവം മടക്കി കൊണ്ടുവരും. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് എനിക്ക് ദർശനം നിങ്ങളോട് പങ്കുവെച്ചിട്ട് ഞാൻ നിർത്താൻ പോകുക. ചിലരെ മടക്കി കൊണ്ടുവരണം. നമ്മുടെ വിഷയം അത് തന്നെയല്ലേ, അല്ലേ? ഇൻഫ്ലുവൻസ്, സ്വാധീനത, അല്ലേ? സ്വാധീനതപ്പെടുക എന്നുള്ളതാ. ചിലരെ മടക്കി കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ ദിവസം ശക്തമായ ദൂത് കർത്താവ് മറ്റൊരിക്കൽ പറയാം. ഈ യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ ഏലിയാവിൻ്റെ ശക്തിയോട് എഴുന്നേൽക്കും. അവൻ ചെറുപ്പത്തിൽ തന്നെ അഭിഷേകം പ്രാപിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അഭിഷേകം പ്രാപിക്കും. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നിരപ്പിക്കും. ചെറുപ്പക്കാരാ, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കുറേ ഗോതമ്പും പഞ്ചസാരയും തിന്നു മുടിച്ചു വിടുന്ന് പോകാനല്ല. നിനക്ക് ദൈവം വലിയൊരു ദൗത്യം നൽകുന്നുണ്ട്. ഈ പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തോട് നിരപ്പിക്കാനാ തലമുറയെ മടക്കി വരുത്താനാ ചിലരെ ദൈവോന്മുഖമായി ജനത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എനിക്ക് നിങ്ങളൊരു അപേക്ഷയുണ്ട് മാതാക്കളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ അപേക്ഷയുണ്ട്. ദൈവം എനിക്ക് ദർശനം ഞാൻ പങ്കുവെക്കട്ടെ. നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും കർത്താവിൻ്റെ വേലക്കാരനായി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ സന്താനത്തിൽ ഒരുത്തനെങ്കിലും ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കരയണം. മക്കൾ ഡോക്ടറാകും, നല്ലതാ. ചോദിക്കോട്ടെ, ആയിക്കോട്ടെ. അതോടൊപ്പം സുവിശേഷ വില ചെയ്യണം. ഇങ്ങനെ പോയാൽ എവിടെ സുവിശേഷകരെന്തേ? ബൈബിൾ കോളേജിൽ അടച്ചു പൂട്ടുകയല്ലേ, അല്ലേ? നിന്റെ മോൻ ഡോക്ടറാകാൻ പ്രാർത്ഥിക്കുന്നു, നേഴ്സാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക് ദൈവം 2 ആളെ തന്നെങ്കിൽ, 3 പേരെ തന്നെങ്കിൽ, 4 പേരെ തന്നെങ്കിൽ, ഒരാളെ തന്നുള്ളെങ്കിലും, കർത്താവേ, എനിക്ക് ദൈവം തന്ന സന്താനത്തിൽ ഒരുത്തനെ അവിടുത്തെ വേലയ്ക്കായി നീ വിളിക്കണം. നിങ്ങൾ നേരിവൊന്നും വേണ്ട, അങ്ങയുടെ വേലയ്ക്കായി നീ വിളിക്കണം. വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാന്ന് പറയും ദൈവമക്കൾ. കൈയൊന്നുയർത്തി സ്തോത്രം പറഞ്ഞു. ഇവിടെ മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നത്. ഒരഭിഷക്തന് തുല്യം നിൽപ്പാൻ ആരുമില്ല. ഈ രാത്രി എനിക്ക് മാതാക്കളോട് പറയാനുള്ളത്, പിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ തലമുറയെ ദൈവം തൻ്റെ വേലയ്ക്കായി നിയോഗിപ്പാൻ, ദൈവം സ്പെഷ്യൽ അനോയിൻറ്റിങ് അവിടെ മേൽ കൊടുക്കാൻ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വെറുതെ കരഞ്ഞാൽ പോരാ, പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നേരണ്ട, ദാൻ മുതൽ ബർശേവ വരെ കോവിടെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ട ശമൂവേൽ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. രാത്രി മാതാവേ, നീ കരഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവർത്തിക്കുന്നു. നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ സന്താനത്തിൽ ഒരുത്തൻ ഇതേ സ്റ്റേജിൽ നിന്ന് ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അവൻ കൈ നീട്ടുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അവൻ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറും. കൈകൾ അടിച്ചു തുടങ്ങിയാട്ട്, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും വാതുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓ ടിയലോസ് ഓനെ പോലെ, വില്യം കെറിയെ പോലെ, ജോൺ ഹസിനെ പോലെ, വില്ലി ഗ്രഹാമിനെ പോലെ ഇന്ത്യ അറിയുന്ന, ലോകമറിയുന്ന ചില തലമുറകൾ നിന്റെ ഉദരഫലത്തിൽ നിന്ന് വേർപെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ സിംഹതുല്യം ഗർജിക്കട്ടെ. ആത്മാവിൽ പുറപ്പെടുന്ന, കേരളത്തെ കുലുക്കുന്ന, ഉടമ ഇന്ത്യയെ ചലിപ്പിക്കുന്ന, ലോകത്തെ കുലുക്കുന്ന ചില അഭിഷേക്തന്മാർ ഇറങ്ങി വരട്ടെ. എബ്രഹാം സാറിനെ പോലെ, ഉണ്ണൂണി സാറിനെ പോലെ, ടി ജി ഉമ്മനപ്പച്ചനെ പോലെ, പി എം ഫിലിപ്പിനെ പോലെ, സി കെ ദാനിയൽ സാറിനെ പോലെ ചില അഭിഷക്തന്മാർ പത്തനാപുരം ക്യാമ്പിൽ ഇറങ്ങി വരട്ടെ. കുറെ കൈയടിച്ചും കുറെ അന്യഭാഷ പറഞ്ഞും പ്രാർത്ഥിച്ച് നിർത്താനല്ല. നമ്മുടെ തലമുറ നിയോഗത്തോടെ എഴുന്നേൽക്കണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കണം. അവൻ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണം. 10,000 മധ്യേ യേശുവിനെ പ്രസംഗിക്കുന്ന സുവിശേഷകന്മാർ, ചില സുവിശേഷകൾ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി സ്തോത്രം പറ. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണും അടച്ചേ, ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ തലമുറയെ അവിടുത്തെ മഹത്വമുള്ള വേലയ്ക്കായി നീ വിളിക്കണമെന്ന് പറ. ആരും ഇവിടുന്ന് പോകരുത്. ദൈവദാസന്മാർ ഉൾപ്പെടെ എല്ലാവരും നിൽക്കണം. കൃത്യം എല്ലാവരും 10 മിനിറ്റ് കൂടെ ഉണ്ട്.
വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കരം തൊടാൻ പോകാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. എൻ്റെ ആദ്യം മാതാപിതാക്കളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എൻ്റെ തലമുറയെ കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാന്ന് പറയുന്നവർ മാത്രം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിലെയും മാതാക്കളെ പിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടെ തലമുറ അവിടെ കൺമുമ്പിൽ കർത്താവിന് പ്രയോജനപ്പെടട്ടെ. കർത്താവേ, നിന്റെ കൈ അവിടെ മേൽ വ്യാപരിക്കുന്ന ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ മക്കളെല്ലാം മുമ്പോട്ട് ഓടി വന്നേ. 25 വയസ്സിന് താഴെയുള്ള സകല ചെറുപ്പക്കാരും മുമ്പോട്ട് വന്നാട്ട്. മക്കളെല്ലാം ഇങ്ങ് വന്നാട്ട്. നമ്മളൊന്നിച്ച് ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് നിയോഗപ്രകാരം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മക്കളെല്ലാം മുമ്പോട്ട് വന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി ചെലിവഞ്ചലിൻ്റെ അഭിഷേകത്തേക്ക് നിറയ്ക്കാൻ പോകുകയാണ്. ഞാൻ കർണാടക സ്റ്റേറ്റിൽ സാം ജോർജ് പാസ്റ്റർക്കറിയാം. അദ്ദേഹം തലേ ദിവസം പ്രസംഗിച്ചിട്ട് പോരുന്നു. ഞായറാഴ്ച പകൽ ഞാൻ വളരെ സമയം കുറവാണ്. ഞാൻ കർണാടക സ്റ്റേറ്റിൽ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, വചന ശുശ്രൂഷയ്ക്ക് ശേഷം വലിയ ദൈവശക്തി വ്യാപരിപ്പാൻ തുടങ്ങി. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരാൻ തുടങ്ങി. ആ മീറ്റിങ്ങിൽ വെച്ച് അനേകർ അഭിഷേകം പ്രാപിച്ചു. നിങ്ങളോട് ഈ കണ്ടു കാണും കുവൈറ്റിൽ UPF കൺവെൻഷന് ഞാൻ വിളിച്ചില്ല. ജനം ഓടി, മക്കളെ ഇങ്ങോട്ട് പോരും. ദൈവദാസന്മാരെല്ലാം ഇപ്പം ഇങ്ങോട്ട് അഭിഷക്തന്മാരെ ഇങ്ങോട്ട് വന്നാട്ട്, ദൈവദാസന്മാർനാട്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ഞാൻ ഇന്ന് വായിച്ച് ധ്യാനിച്ചത് ബെൻഹദിൻ്റെ കാര്യമാണ്. ഹാരാൻ രാജാവ് ബെൻഹദ് വന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യമാരെ തരണം, നിൻ്റെ സ്വർണ്ണവും വെള്ളിയെല്ലാം എനിക്ക് തരണം. അയാൾ പറഞ്ഞു കൊണ്ടുപോകോളാൻ. പിറ്റേ ദിവസം ആളെ വിട്ട് പറഞ്ഞു, ഞാൻ പിള്ളേരെ കൊണ്ടുപോകാൻ പോവാ, സ്വർണ്ണവും വെള്ളിയും കൊണ്ടുപോകാൻ പോവാ. മൂപ്പന്മാർ പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്ടി അവൻ കൊണ്ടുപോകാൻ പോകുന്നെന്ന്. അപ്പം മൂപ്പൻ വീട്ടിൽ പോയി വായിക്കണം. മൂപ്പന്മാർ പറഞ്ഞു, സമ്മതിക്കരുത്, വിട്ടുകൊടുക്കുക, മക്കളെ ഇങ്ങ് പോരെ ഇങ്ങോട്ട് പോരെ, അവിടെ നിൽക്കരുത്, ഇഞ്ഞു പോരെ. ദൈവകരം നിങ്ങളെ തൊടുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവാ. ഇങ്ങോട്ട് നീങ്ങിനാട്ട്. സമ്മതിക്കരുതെന്ന് പറഞ്ഞു, വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്ന കഴുകൻ്റെ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ കഴുകൻ വരുമ്പം കള്ളക്കോഴിയെ കണ്ടിട്ടുണ്ടോ? അവൻ പപ്പം പൂമലും വെച്ച് പറന്ന് കൊത്താൻ ചെല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ഇരാത്തി യേശുവിന്റെ നാമത്തിൽ പറയാ, നമ്മുടെ തലമുറ റാഞ്ചാൻ പിശാചിനെ അനുവദിക്കരുത്. നീ പറയണം, വിട്ടുതരത്തില്ലെന്ന് പറയണം. എൻ്റെ തലമുറയെ വിട്ടുതരത്തില്ലെന്ന് പറയണം. എൻ്റെ തലമുറയെ വിട്ടുതരത്തില്ലെന്ന് പറയണം. ഒരു സ്പെഷ്യൽ അനോയിന്റിങ് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരെല്ലാം ഒന്ന് കൈവക്കിക്കേ. കർത്താവേ, കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ കാൽപാദങ്ങൾ ഉന്നത കലാലയങ്ങൾ പഠിക്കപ്പെടട്ടെ. ഇവർ ദൈവത്താൽ മാന്യരാകട്ടെ. കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. മാതാപിതാക്കളെല്ലാം കൈ നീട്ടിപ്പിടിച്ചേ ഈ മക്കളുടെ മേലെ. കർത്താവേ, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർത്ത് കളയുമെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഞങ്ങളുടെ സന്താനത്തിന്മേൽ ദുഷ്ടം വച്ച നുകങ്ങൾ തകർക്കപ്പെടട്ടെ കർത്താവേ. നിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. ഇവർ പ്രവചിക്കട്ടെ കർത്താവേ. ഇവർ ദർശനങ്ങൾ കാണട്ടെ കർത്താവേ. ഇവർ ഇന്ത്യ അറിയപ്പെടുന്ന സുവിശേഷകരായി മാറട്ടെ. ലോകം അറിയപ്പെടുന്ന ഗായകരായി മാറട്ടെ. ഞങ്ങൾക്ക് അവരെ വേണപ്പാ, അങ്ങക്ക് അവരെ വേണപ്പാ. ഈ രാത്രി ചരിത്രം വഴിമാറുന്ന ദിനമായി മാറട്ടെ. നിന്റെ അഭിഷേകയുടെ മേൽ പകരുന്നോർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മക്കളെ കണ്ണടച്ചോ, കരമടിച്ചു തുടങ്ങിക്കോ. നല്ല പ്രത്യാശയോട് ഗാനം പാടിക്കോ. മാതാപിതാക്കളെ, നിങ്ങൾ ആരാധിക്കുക. ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി ചെല്ല അഭിഷേകം പ്രാപിക്കട്ടെ.